ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഗൈസ് ഞങ്ങളിങ്ങനെ ഒരു രാവിലെ ഒരു വ്ളോഗൊക്കെ എടുക്കാന്ന് ഇങ്ങനെ വിചാരിച്ചാണ്. പക്ഷെ നമുക്ക് ടൈം കിട്ടിയില്ല, വേറെ വീഡിയോസിന്റെ പരിപാടി ഉണ്ടായിന്. അപ്പൊ പിന്നെ നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് എപ്പോഴും രാത്രി തന്നെയല്ലേ വീഡിയോ എടുക്കണേ. രാത്രി നമുക്ക് എന്തെങ്കിലും കിട്ടണുള്ളൂ, രാത്രി നമുക്ക് കിട്ടണുള്ളൂ ടൈം. ഉമ്മമ്മടെ കിടക്ക നിസ്കരിച്ച് ഇരിക്കണേ. എന്താണ് ഉമ്മ അടുപ്പത്ത്? കഴിച്ച അടുപ്പത്ത് എന്തോണ്ട്? എന്തിനാ ഞാൻ അരി ഇടാൻ വേണ്ടി ഏതാ കാലം ആ വലിയ കലത്തില് ഈ കലത്തില് അരി തീമടാൻ വേണ്ടിട്ട് ഞാൻ ഇത്രയും വെള്ളം കേട്ടാ അരിയൊക്കെ കഴുകി വന്ന് അരി ഇടാൻ നേരത്തെ ഞാൻ കുടിച്ചാൻ വെള്ളം നമ്മള് കപ്പേറ്റ് മുക്കുവല്ലോ. അപ്പൊ എന്തോന്ന് തടയാ എന്തപ്പോ ഇതിന്റെ ഉള്ളിൽ വെച്ച് നോക്കുമ്പോ ഒരു കാലം വള്ളത്തില് 2 മുട്ട പൊയ്യാനിട്ടിക്കണ്. ഇവൻ ഗൈസ് മുട്ട 2 കാലം വെള്ളം അല്ല, ഒരു കാലം വള്ളത്തിൽ 2 മുട്ടയോ ഇൽമോ കാച്ച്. ഈ കാലത്തിലാണ് കേട്ടോ മുട്ട ടീനിയത്. അത്രയും ഇത്ര വെള്ളത്തില് 2 മുട്ട എടുക്ക. പെട്ടെന്നാവണ്ടേ? കഞ്ഞിയോ? ഇന്ന് രാത്രിക്ക് കഞ്ഞിയാണോ? ഒരു ബീഫ് ഉണ്ടായില്ലോ, ഒന്ന് താത്ത എന്നപ്പോ ബീഫ് കൊടുത്തിനി. താത്ത നമ്മളെ പെരീക്ക് താത്ത എന്തിനാ നീ അമ്മമ്മ? താത്താക്ക് ഇപ്പൊ എത്ര മാസായി? 6 മാസം. 6 മാസല്ലേ? 8 മാസോ? അടുത്ത മാസം ആയാല് പിന്നെ ഋതുവിന്റെ കണക്കില് അടുത്ത മാസം കൂടി ആയാ താത്താക്ക് 7 മാസത്തിലാണ്. താത്താക്ക് 7 മാസത്തിലാണ് ഒരു പ്രസവിച്ചത്. താത്താക്ക് എപ്പോഴും അല്ലേ? 6 മാസം ആയിക്കണ്, പള്ളൊക്കെ തുള്ളിണ്ട്. അപ്പൊ ആ ഇന്ന് ഇവിടുന്ന് കൊറേ സാധനങ്ങൾ കൊണ്ടുപോയിനി. നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ കഞ്ഞിയാണ്. കഞ്ഞി പിന്നെ ഉണക്കമീനും പിന്നെ ചുട്ട പപ്പടം അല്ലേ? ചുട്ട പപ്പടം ഉണക്കല് ചുടും കൂടി ചേച്ചിയല്ലേ? ആണോ? എന്നാ ചൂടാ ഗൈസ്. മീന്റെ മണം കേട്ടിട്ട് പൂച്ച വന്നിക്കണ കേട്ടോ. ഇവിടെ ഇപ്പൊ നമ്മളെ സ്വന്തം ആവണുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഔങ്ങിട്ട് ഇത് കൂടെ ഇങ്ങനെ കറങ്ങാനുള്ള പരിപാടിയാണ് അല്ലേ മമ്മ? നമുക്ക് എന്നാ അങ്ങനെയാണ് കയറ്റിയാലോ? ഒരു പൂച്ചല്ലേ ഉള്ളൂ. മമ്മക്ക് അതിനെ പറ്റി കേൾക്കണ പിരാന്താണ്. അരിട്ടോളി. കഞ്ഞി ഉണ്ടാക്കണൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണേനല്ലേ ഗൈസ്. ഇന്നത്തെ നമ്മളെ സ്പെഷ്യലാണ് കേട്ടോ കഞ്ഞി. ഇതെങ്ങനെ ഇതാക്ക? പപ്പടം ചൂടണത് പണ്ട് കണ്ടിനി മമ്മ. പപ്പടം എങ്ങനെ ചൂടുക? തിജിലല്ലേ? തിജിലിട്ട കരിയില്ലേ? അങ്ങനെ ഉണ്ടായത് പൊടിക്ക് ഉണ്ടായിട്ട് ഇതിലിട്ടിട്ട് 90 ഉണ്ടാവും. വന്നിട്ട് ഞാൻ ചുട്ട് കാണിച്ചു തരാം. നമുക്ക് പറയാനറിയില്ല, കാണിച്ചു തരാം. എണ്ണ ഉണ്ടാവില്ലല്ലോ? അടുപ്പിലല്ലേ 90 ഉണ്ടാവുള്ളൂ. 90 വയറ്റിലാണ്. ഉണക്കമീനോ? ഉണക്കമീൻ ആദ്യം ചൂടണം. ആണോ? അരി ആവുമ്പത്തിന് കഞ്ഞി തിളക്കട്ടെ, എന്നിട്ട് ഉണക്കല്. വെറൈറ്റി ആണല്ലോ ഇതൊന്നും ഇപ്പത്തെ ആൾക്കാർക്കൊന്നും അറിയണ്ടാവും. നമ്മള് പണ്ട് തിന്നോക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ചുട്ടതും ഫുള്ള് ചൂടലാണ് ഇല്ലേ പണ്ടത്ത്? അന്ന് നമ്മള് തിന്ന മാത്രല്ലേ, കണ്ടിട്ടില്ലല്ലോ. ഞാനും എനിക്കൊരു ഓർമ്മ ഉണ്ട്, ഞാനൊക്കെ ചുട്ടത്. എന്താടാ നല്ല മനുഷ്യനുള്ള പൂച്ച കേട്ടോ ഗൈസ്. ആണോ? ചോറുണ്ടോ കൊടുക്കാന്? ഇവിടെ ഗൈസ് നമുക്ക് അതേപോലെ തന്നെ ഇന്ന് ഉച്ചക്ക് നല്ല കൂട്ടാനും കറിയൊക്കെ ഉണ്ടായിന്. ഇന്ന് ഉച്ചക്ക് കറി എന്താണ്? ബീഫ്. ഇന്നലത്തെ ബീഫ് ഉണ്ടായിന്. പക്ഷെ ഇന്ന് നമുക്ക് അതില്ല. ഇന്ന് നമുക്ക് വെറൈറ്റി ഫുഡാണ് അല്ലേ? കഞ്ഞി. പിന്നെ എപ്പോഴും ചോറുന്ന പോലെ ഉച്ചക്ക് ഒരു നേരം വൈകുന്നേരം കഞ്ഞിയൊക്കെ കുടിച്ചാ. അല്ലെങ്കിൽ വേനൽക്കാലത്ത് ചില ആൾക്കാർ ഇപ്പോഴും വൈകുന്നേരം കഞ്ഞി ഉച്ചക്ക് ചോറ് വേണം. മതി അങ്ങനെയൊക്കെ തന്നെ തിന്നല്. ചിലവര് രാത്രി ഒന്നും ചോറിനെ തിന്നലില്ല. എന്താ പറയാ, ചപ്പാത്തി അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും നമുക്ക് 4 നേരം ചോറ്. രാവിലെ കഞ്ഞി, ഉച്ചക്ക് ചോറ്, ഇനിയിപ്പോ വൈകുന്നേരം ആയാലും കഞ്ഞി, പിന്നെ രാത്രിയും കഞ്ഞി ചോറ്, അങ്ങനെയൊക്കെയാണ്. അതിന് വേണ്ടേ? ചെറുക്കനാണ് ചിന്നാലി. ബെസ്റ്റ്. ആ ഉണക്കമീൻ കൊണ്ടുവന്നില്ല, അതിന്റെ മണം കേട്ടിട്ടാണ്.
എടാ ഇറച്ചി കറിയിലും കുഴച്ച ചോറങ്ങായി റിച്ച് ടീമാണ് അവനൊക്കെ ഉണക്കമീൻ മതി എനിക്കൊക്കെ എടാ എന്നാ ഉണക്കമീൻ ഉമ്മ അടുപ്പത്ത് വെച്ചാല് ഉമ്മ ഉണക്കമീൻ അതിന് കേൾക്കണ്ട അടുപ്പത്ത് വെക്കണതിന് മുമ്പ് കേൾക്കണോ അങ്ങനെ ആ അപ്പൊ അതിന്റെ കാട്ടൊന്നും കളയണ്ടേ അവക്കത്തും വെന്ത് കഴിഞ്ഞിട്ട് നമ്മള് കളയാ ആണോ അങ്ങനെയാണോ ആ. പക്ഷെ ഒരു വെറൈറ്റി വെക്കലാണ് അപ്പൊ അത് എന്നാ അത് വെക്കി കഞ്ഞാവുമ്പോ വെക്കി എനിക്കത് കഞ്ഞിയൊന്നും തളക്കട്ടെ കഞ്ഞാവുമ്പോ വെച്ചലേ അത് ഉമ്മ ആ നോക്കിക്കോളൂ തീയിലിടണ്ടേ ഉമ്മക്ക് കഞ്ഞൊക്കെ അറിയില്ലേ ആ ഗൈസ് ഉമ്മ ഇവിടെ അതിന്റെ കാട്ട കളയുന്നുണ്ട് തലയോടുക്കട്ടളേ തല കടിച്ചിരുന്ന രസം ഉണ്ടാവും ആണോ ആ നോക്കി നോക്കാം അതൊക്കെ നമ്മള് പിന്നെ കളഞ്ഞാ മതിമ്മ ഇപ്പൊ തന്നെ അത് മനസ്സിലാക്കിയാല് എങ്ങനെയാണ് അല്ലേ ഇല്ല ഉമ്മക്ക് അറിയുന്നുണ്ട് എന്ന് അമ്മമ്മ ചെയ്യട്ടെ ഇതിന്റെ കുടലാണ് പൊരിച്ചാലല്ലേ എപ്പോഴും പറയാം അമ്മമ്മ പൊരിച്ചാലല്ല തീ കടലിലിട്ട് ചൂടാനാണ് ഞാനേ അതിന്റെ ഇതിന്റെ ഇതിൽ കണ്ടെടുത്തിട്ട് കനലിലിട്ട് ചുടാൻ മീൻ ചോറിട്ടെടുത്തലാടാ എന്നാ ചോറും കൂടി തിന്നോളൂ. ഉണക്കമീനും വേണ്ട കുറച്ചേനെ പൂച്ചക്ക് ഉണക്കമീൻ വേണ്ട ഉണക്കമീൻ വേണ്ടത് കച്ചോ ഞങ്ങളുടെ അടുത്തുള്ള പൂച്ചാൾ ഇങ്ങനെയല്ല കേട്ടോ തൊടാൻ സമ്മതിക്കാത്ത പൂച്ചാളാണില്ലേ തൊടാനൊക്കെ അയക്കും ആ തൊടാൻ സമ്മതിക്കും പക്ഷേങ്കില് നമ്മളെ പിന്നാലെ ഇങ്ങനെ നടക്കൂല അതിന്റെ പിന്നാലെ നമ്മൾ നടക്കേണ്ടി വായിക്കാണി ആ ഇതേപോലത്തെ പൂച്ചാളൊക്കെ കിട്ടണം നമ്മളെ പിന്നാലെ നടക്കണ പൂച്ചാളെ കിട്ടണം ഇതാ നമ്മളെ പിന്നാലെ നടക്കാണിത് നമ്മളവിടത്തുണ്ടായി. എങ്ങനെ എങ്ങനെ ഞാൻ ഓർക്കറിയാം ഞമ്മള് പിന്നാലെ ചെല്ലുന്ന് ആ ഇതുണ്ടല്ലേ ഇങ്ങനത്തെ പൂച്ചാക്കൊക്കെ സ്നേഹം ഉണ്ടാവുക ഇതുവരെ നമുക്കിപ്പോ നമ്മക്ക് മതിയോ വെക്കാൻ അതിനെ കണ്ടാക്കണ്ടേ ഇനി കേൾക്കണില്ലല്ലോ അല്ല ചുട്ടിട്ടല്ലേ നേരെ കേയുടെ എങ്ങനെ തീക്കിടുക പിന്നെ തീക്കിടാനല്ലേ ഇല്ല കേക്കിടില്ല ഗായ്സ് ഇതാണ് ഇത് നിങ്ങൾ ആരെങ്കിലും പെരിയിലുണ്ടോ ഇങ്ങനെ ഒരു സാധനം ഉണക്കമീൻ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം ഉണ്ട് ഇതാണ് നമ്മൾ ഉണക്കമീൻ ഇടാനുള്ള പാത്രം ഇതിൽ ഉണക്കമീൻ മാത്രമല്ലേ ഇടല് ഇതാണ് അതിന്റെ ഉള്ളിലത്തെ അവസ്ഥ അന്ന് ഇജ്ജ് ശരിയാക്കിയതിനു ശേഷം പിന്നെ ചോർന്നിട്ടില്ല ഭാഗ്യം. നോക്കി മറ്റേ ചോർന്ന് ഒലിച്ചിറങ്ങിയ പാടുകളൊക്കെയാണ് അത്. അന്ന് വെള്ളം പെയ്ത സ്ഥലമാണ് ഗൈസ് ഇത് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു ഇതൊന്നും നമുക്ക് വരച്ച് ചെയ്യാൻ പറ്റൂല വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ചുമരടക്കം പൊളിഞ്ഞാടും ആന അടിച്ചപ്പോ കണ്ടില്ലേ ജി? ഒരു ആന അടിച്ചാണ് ഉണ്ട് എങ്ങനെ ഉച്ചക്കത്തെ ചോറ് ബാക്കി അത് നമുക്ക് കഞ്ഞീന്റെ ഒപ്പം കൂട്ടാൻ പറ്റൂലേ കഞ്ഞിക്ക് ഇതാക്കാൻ പറ്റൂലേ കഞ്ഞി കെട്ടണം തിളപ്പിച്ചാണ് മുട്ട ഉണ്ടോ നമ്മള് കോഴിപ്പോ മുട്ട ഇടലില്ലേ ഡെയിലി 2 മുട്ട ഇടും പറഞ്ഞിട്ടാണ് ഗൈസ് വാങ്ങിയത് 4-5 കോഴിക്കളെ വാങ്ങിയത് ഒരു മുട്ട പോലും കിട്ടണില്ല അല്ലേ 4-5 മുട്ട ഡെയിലി ഒക്കെ ഇടണമെങ്കിൽ കോഴിക്കോളുണ്ട്. എത്ര കോഴിക്കളുണ്ട് അതിന് 2 എത്ര നമുക്കിപ്പോ ടോട്ടൽ എത്ര കോഴിക്കളുണ്ട് ടോട്ടൽ എത്ര കോഴിക്കലുണ്ട്? കോഴിക്കളുണ്ട് 3 കോഴി തീരെ മട്ടിട്ടില്ല ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ അങ്ങനെ മുട്ട ഇടും. പിന്നെ ഒരു കറുപ്പ് ഇട്ടിട്ടില്ല അതുവരെ 3-4 കോഴി അതില് 3 ഇട്ടു 2 പൊരുന്തി ഒന്നിപ്പോ ഇതിലങ്ങനെ നടക്കണ്ട് 4 തള്ളക്കോയല്ലേ ആ ഇല്ലേ? പണ്ട് പഞ്ചായത്ത് നിട്ടിയല്ലേ അത് വയസ്സെത്തിക്കണേ അത് മുട്ടലില്ല ആ ഗൈസ് ഒരു പണ്ട് വാങ്ങിയ ഒരു കോഴി മാത്രമുണ്ട് അതിനല്ലേ ഇപ്പൊ മുട്ടറില് അതിപ്പല്ല അതിപ്പോ നിർത്തിക്കണം. ഇപ്പൊ പുതിയ ആളാണ് കിട്ടണേ. ഇപ്പൊ പുതിയ ആളാണ് നമുക്ക് പൈനടത്താലോ? കോഴി അർത്ഥം വേണം ഒക്കെ വെറും ചണ്ടിക്കാരോ എടായി തിന്നാൻ പറ്റൂലടാ വയസ്സായിക്കണേ തിന്നാ കടിച്ച വല്ല ആരേക്കാരൻ മാണ്ടടാ പാവാണടാ അതിന് എന്തിനാ വെറുതെ പറഞ്ഞാണ് ഉമ്മ പാവം ബുദ്ധിച്ചിരിക്കുക ഞാൻ തിന്നൂല നിങ്ങളെ വളർത്തണ ഞാൻ നാളെ പറഞ്ഞില്ലേ ഇന്നാണ് ഞാൻ പറഞ്ഞു ഒരു കലത്തില് 2 മുട്ട ഇട്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ 2 മുട്ട ഓന് മാത്രം പൊങ്ങിയുള്ളൂ അപ്പൊ പിന്നെ ഞമ്മക്കും കൂടി ഞാൻ പൊങ്ങി അപ്പൊ ആ മുട്ട ആ അപ്പൊ ഈ 2 മുട്ട വെച്ച് നമ്മള് 2, 4, 6, 8 മുട്ട പൊങ്ങി ബാക്കി 3 ഉള്ളേന് ആ കോഴി അടയിരിക്കാനും തുടങ്ങി ഞാൻ ബാക്കി കഞ്ഞി ആയോ ഉമ്മ കഞ്ഞി ആയോ എന്നാ നമുക്ക് ഉണക്കമീൻ വരെ നോക്കാന് കഞ്ഞിയെല്ലാം വേവാണ്ട് ഇത് കഴിഞ്ഞിട്ട് കഴിച്ച് നമ്മള് ഉണക്കമീൻ ഇട്ട് ചട്ടിയിലിട്ട് പൊരിച്ചാൻ പോകും ചട്ടിയിലിട്ടല്ല വെള്ളൂരിലിട്ടിട്ട് പൊച്ചും ചുടുക ചൂടാൻ പോവാണ് നല്ല രസിക്കാരല്ലേ ചുട്ടുന്നാന് നോക്കി നല്ല നോക്കാം രസം ഉണ്ടാവും കരിച്ചത് അങ്ങനെയല്ലേ ഈ ചുട്ടതും കാന്താരി സമ്മന്തിയും പൂളി ആ കാന്താരി സമ്മന്തി ഉണ്ടോ ഇല്ല കാന്താരി ഉണ്ടേന് ശിഫിക്ക് കൊടുത്തയച്ചു എന്നാലും ഇപ്പൊക്കെ പറിച്ചാൽ കിട്ടൂല ഇനി പൂളാണ്ടേ കാന്താരി മുളക് ഇപ്പൊ കാണാലോ ഗൈസ് ഉണ്ടേ നമ്മളെ ആണോ അതിനെപ്പോഴും അയക്കാൻ ചേരുവോ പറിച്ച നമ്മളയക്കുണ്ട് ആ സമ്മന്തി ആക്കാൻ എന്നാ ചമ്മന്തി അടക്കം ചെയ്യാം അച്ചാറും
ആഹാ പൊളിച്ച്. എന്നാ ടോർച്ച് ഇട്ട് വരും എന്നാ പിന്നെ ആ പരിപാടി ഒക്കെ കഴിച്ച് കാന്താരി മുളക് എടുക്കാൻ വേണ്ടി നമ്മള് പോവാണ്. ഇവിടെ തന്നെ നമ്മള് മുറ്റത്ത് തന്നെ കേട്ടോ. കാന്താരി ഒക്കെ ഉണ്ട്. നിലത്ത് നോക്കിട്ടോ മാമ, നല്ല ജന്തുക്കളെന്ത് ചെയ്യും. മുളകുണ്ടായിമേ, മൂത്ത് നോക്കി പറ്റാം. മുളകിന്റെ മൂത്ത് നോക്കി പറ്റാം കേട്ടോ. പറിച്ചോടി പറിച്ചട്ടെ, എരുവാണ്. ഗൈസ് കാന്താരി മുളകും ഉള്ളിയും ഒക്കെ കുത്തി ചാച്ചിട്ട് സുർക്കിയും ഇതാ ഇവിടെ ഉണ്ട്. ഇതൊക്കെ മൂത്ത് തന്നെ അല്ലേ? പറിച്ചോടാണ്ട് ഉച്ചക്ക് അതൊക്കെ തന്നെ സാധനം. അങ്ങനെ കാന്താരി മുളകൊക്കെ പറിച്ചുകൂടെ കൊണ്ടുവന്നിക്കണേ. മമ്മ എന്തൊക്കെ നീ കാട്ടണം? എന്തൊക്കെ ഉള്ളി, ഉള്ളി ഉള്ളി ചുവന്ന ഉള്ളി, ആ പിന്നെ മുളകും വെച്ചിട്ട് കുത്തിച്ചേർക്കുക. കുത്തി ചതക്കുക. പുറത്ത് ഏത് അമ്മീമയാണ്? പുറത്തത്തെ അമ്മീമ അതോ ഇതുമേ ചെറുതിലോ? അത് മതിയോ അല്ലേ? എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആ വെളിച്ചെണ്ണ വെച്ചിട്ട് തിന്നാൻ എന്താ രസം എന്നറിയാം. നല്ല രസമല്ലേ? നല്ല പൂളിയും മതി. ഇത് മതിയാവൂലേ? ഇത് മതിയാവൂലേ? നല്ല ഇതാകണം. ഇവിടെ ഉണ്ട് ആ ചെറിയ അമ്മി ഇവിടെ ഉണ്ട്. ഇതുമേ ഗൈസ് ഇതാണ് നമ്മുടെ ചെറിയ അമ്മി. ഇതുമ്മ കുത്തി ചതക്കുകയാണ് ഗൈസ്. ഇതാക്കണേ ഇത് ഇതേപോലെ ഞെട്ട് കളഞ്ഞാണ്ട് ഇതാക്കിയിട്ട് ആയിക്കിട്ടാണ് ചതക്കല്ലേ. ഇനി ചതച്ചോടി. ഇഞ്ചി വേണ്ട അപ്പൊ? ഇഞ്ചി വേണ്ടല്ലേ? ഇഞ്ചിന്റെ ആവശ്യമില്ല ഗൈസ്, ഇതന്നെ മതി. ഞാൻ ചതക്കണോ അതോ മമ്മ അരച്ചോ? കണ്ണുക്ക് തെറിച്ചോ? കണ്ണ് നോക്കുക. അത് കേൾക്കണം അമ്മേ. മതി. കുറച്ച് ചേക്കണേ, മാറിക്കട്ടെ. അല്ലെങ്കിൽ തെറിച്ച് കഴിഞ്ഞാൽ കണ്ണ് കഴിക്കഴിഞ്ഞാൽ നല്ല സുഖമാക്കിയതാ. കാന്താരി മുളകാണ് മോനെ. തീരും കണ്ണ് കഴിക്കഴിഞ്ഞാ. ഉപ്പും ഇട്ടു. കഞ്ഞി ആയിട്ടില്ല ഗൈസ്. കഞ്ഞി ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഉണക്കമീനും ചുട്ടെടുക്കാൻ, അതേപോലെ തന്നെ പപ്പടം ചുട്ടൊക്കെ എടുക്കാൻ. കനലാവണം. കനലിലിടാനല്ലേ അമ്മ? അതെ, ഇപ്പം ഈ മീൻ ഇട്ടണം, ശ്രദ്ധിച്ചാ മതി. ആണോ? നീക്കി നാക്കേണ്ടി വരും. മുറിച്ച മീനോട് അദ്യാ ഏ അങ്ങനെ ഇങ്ങനെ വളച്ചങ്ങാണ്ടല്ലേ ജീവനോടുക്കിടാണ്. ജീവനോടുക്കല്ല, നോയിക്കോ. ഈ കരിഞ്ഞ മീൻ തിന്നണ്ടിരും. പിന്നെ മീനല്ലേ? മീനല്ലേ കത്തണാക്കണ മീന്. ഞാൻ ശ്രദ്ധിച്ചിട്ടാ. എല്ലാ സ്ഥലത്താവൂലേ? പപ്പട പിള്ളേരുടെ ലാസ്റ്റോ സാധനങ്ങളൊക്കെ ഉണ്ട്. മറ്റേതൊക്കെ ഉണ്ട്. ഫുൾ ടൂൾസ് ഉണ്ട്, എടുത്താ മതി ഗൈസ്. ഈ സാധനം പണ്ട് ഞാന് പീടിക്കച്ചവടം നടത്തിയപ്പോ വാങ്ങിയതാണ്. ആ എനിക്ക് ഓർമ്മല്ലേ? ഞാന് പണ്ട് ചെറിയൊരു പെട്ടിക്കട നടത്തിന് താഴെ റോഡിന്റെ സൈഡില്. കുട്ടിക്കാലത്ത് എല്ലാരും നടത്തുന്ന സംഭവം തന്നെ. അതെ, മുട്ടായി കച്ചവടം. ഒരു പ്രായമായ ആളെ അന്ന് ബീഡി ഇതൊക്കെ ഉണ്ടേനെ കഞ്ഞ നിർത്തിങ്ങാണ്ട് പോയി. ആര് ആ പാപ്പ. നിങ്ങളൊന്നും ഇല്ല, ഞാൻ തന്നെ ചെറുതാണ്. ആ ഇങ്ങളെ ചെറുപ്പത്തിൽ, ഞാൻ എന്റെ ചെറുപ്പത്തിലാണ്. കരിഞ്ഞത് ഓടാ അവിടുന്ന് ഇപ്പൊ തന്നെ ഒന്നാവൂല. ഇത് ഫുള്ളി നമുക്ക് ഇപ്പൊ തിന്നാ. അത് തിന്നു കണ്ടോണ്ടി തെരഞ്ഞിലറിയണം. എന്നിട്ട് ഇയാൾ ഇങ്ങോട്ട് ഒരു പേക്ക് സിസ്റ്റർ ചോദിച്ചു. ഞാൻ കൊടുക്കാൻ തിരിച്ചു വരുമ്പോ തരാം. അയാളത് വാങ്ങിയാണ് പോയി. പിന്നെ അയാൾ കണ്ടതന്നില്ല. ഇവിടെ പീടി നമ്മളെ മരത്ത് ആ റോട്ടില് മുട്ടായി ഞമ്മളൊരു കുറ്റിപ്പേരുണ്ടാക്കി. നല്ല ഓർമ്മയുണ്ട്. ഞമ്മളുണ്ടാക്കി അത് വേറെ എന്തില്ലേ വെന്തത്. ആയോ അതിന് കപ്പൊക്കെ ഇങ്ങനെ കളഞ്ഞാൽ കഴിക്കണമെങ്കിൽ എടുക്കാൻ നോക്ക. ഇങ്ങനെ നെക്കി നോക്ക. ഉള്ളു പച്ചാന്ന് പറഞ്ഞാണ്ടല്ലോ. എനിക്ക് നോക്കി വെക്ക് വെറുങ്ങലിച്ചട്ടെ ഇവിടുന്ന്. മീൻ വന്നിട്ടില്ല കേട്ടോ. ഇജ് പറഞ്ഞില്ലേ ഇതൊക്കെ പാടെ ഒരു പൊട്ടുണ്ടമ്മ. ഒരു ഇത് ഇങ്ങനെ ഇതാക്കണേ കൊടയണേ. ഇങ്ങനെ എന്തൊക്കെ കാട്ടണിട്ടോ ഗൈസ്. മീൻ ചുട്ടിട്ട് മീൻ ചുറ്റുക വെന്തിക്കണം. വെന്തിക്കണം കാണിച്ചു തരാം. ഇജേ നമുക്ക് തേക്ക് ഉള്ളായിക്കണോ? വെന്തിക്കണം വെന്തിക്കണം.
അമ്മമ്മ അപ്പത്തിന് ചതച്ചയച്ചു. ഇജ്ജ് ചർച്ചില്ലേ? ഇജ്ജ് ചർച്ചില്ലേ? ഞാൻ ചതച്ചില്ല. ആര് ചർച്ച? ചർച്ചു. ഞാൻ ഈ പാത്രത്തിൽ ആക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കഴിഞ്ഞില്ലേ? എന്താ ഇതിന്റെ തൊള്ളി കെട്ടാൻ തിഞ്ഞ് നോട്ടെ. വെന്തിട്ടില്ലണ്ടാ, പച്ച മീനാണത്. വെന്തിട്ടില്ല. ബേഗിനും ഒക്കെ കൊത്തി കറച്ചിട്ടു. നീ എന്തിനാ ഈ ചെക്കൻ എന്ത് കാരണം? ഇമ്മാന്റെ ഫാമിലി കഴിക്കട്ടേനെ അല്ല എടാ ഒന്നും കൂടി ആകണം. എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ട്. നോക്ക് നീ മുള്ളാണെങ്കി വണ്ടമാണല്ല. എന്നിട്ടില്ലേ ഇല്ലടാ, ഇത് പച്ചയാണ്, ഇത് പച്ചയാണ്, പച്ച. ഉപ്പും കേട്ട അല്ലേ ഇനിയിപ്പോ എന്താ കാട്ടുക? അഞ്ഞേ ഈ കഞ്ഞി വേകട്ടെ. കഞ്ഞിയിലിടാ ഉപ്പും കേട്ട. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോ ഉപ്പ് കൊറേ കളയണ്ടേ. ഉണക്കലാടാ, ഉണക്കൽ ഉപ്പുണ്ടാവും. നമുക്ക് രസം കോഴികളെ കൊണ്ടാൽ ഇങ്ങനെ നമുക്ക് ഓ ഗ്രില്ലിലിട്ട് കാണ്ട് ഇങ്ങനെ ഉപയോഗിക്കും. ഇമ്മ കഴിക്കുന്നുണ്ട് കേട്ടോ. ബുദ്ധി വേണേ. ഉണ്ടോ? പിന്നെ ഇജെന്താ പച്ചെടുത്ത് പറ്റല്ല അത് വന്നിക്കണം. വാഴ വാക്ക് വന്നിക്കണം. എന്താ ഇതെന്തേലും നൂലുണ്ടടാ. നൂലുണ്ടേ? ഇത് അന്ന് നമ്മള് ഓണത്തിന് പരിപാടി എടുത്തില്ലേ, അപ്പൊ വാങ്ങിക്കണത് ചെരുപ്പ് പിന്നണ നൂലാണിത്. കട്ടില്ല നൂല. അപ്പൊ ഇതിങ്ങനെ കൊണ്ടുവന്നാണ്. ഇനി പരിപാടി എടുക്കാം. ഇനി പരിപാടി ഉണ്ടാകുമ്പോ എടുക്കാന്ന് മമ്മ. എന്തെങ്കിലും ചെരുപ്പൊക്കെ തുന്നാടി തുന്നാം. അതെ. ആയോ ആയോ ഞാൻ താഴ്ത്തില്ല. നല്ല ടീനോ ആ അല്ലോ അയ്യോ എന്നാ ഇനി അടുത്ത പപ്പടം. പപ്പടം പപ്പടം ചൂട് കഞ്ഞി വേട്ടടാ. പപ്പടം നമ്മൾ ഇതിലിട്ട് കാണ്ട് ചുട്ടെടുത്താലോ അത് ചൂടാൻ രസം ഉണ്ടാവും. ആണോ? അയിമ തന്നെ അങ്ങനെ ആട്ടുന്ന പപ്പടം ചൂടാൻ എന്തെങ്കിലും കാട്ടണേക്ക് ഒന്നിട് ഓരോന്നിച്ച്. ഒന്നിട് ആകുമൊക്കെ നമ്മള് അയിമിട്ടാണ് വെച്ചോക്കണ്ട് ചൂടല്ലേ കഷ്ണാകാതിരിക്കോ. രണ്ട് പുറം കിട്ടൂലേ. കോമള വരുന്നുണ്ട്. കാണുന്നുണ്ടോ? ആണ്ടുണ്ട്. നമ്മളെ വന്നോണ്ട് പോകാനെ ഇപ്പറം തിരിച്ചിടണം ചക്ക. കരിയുണ്ടോ? എടാ അതിന് ചുട്ടെടുക്കുമ്പോ എങ്ങനെയായാലും കരിയും പപ്പടം. ഇങ്ങനെ എല്ലാം ശരിക്കും ചൂടല്ലേ? അങ്ങനെയില്ല, കനലിടല്ലേ സാധാരണ ചെയ്യല്? ഉമ്മ തുറന്നില്ലാട്ടോ, അതല്ല ചൂടാണ്. ഓരോന്നോരോന്ന് കാട്ടിക്ക. പപ്പടം ഇത് ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല, ഇതായിട്ടില്ല. അയക്കണേ. എന്താണ് ചുട്ട തന്നെ തീ പൊരിയണ മാതിരി ആവൂല. ഇത് ഇതിക്കട് ഇതുമ്മ തട്ടല്ലേ, തുറല്ലേ ഇതുമ്മട് ഇട്. പക്ഷെ ഇന്ന് കിട്ടൂല. ഞാൻ പപ്പടം അടുപ്പിട്ട് ചൂടാവും. ചെറിയ ഈ 90 വയറ്റിലാണ് നല്ലതാണ്. വെണ്ണൂറ് വയറ്റിലാണോ നല്ലതാണോ? അല്ലേ അടുപ്പില് പപ്പടൊക്കെ എന്നാ അമ്മ അങ്ങനെ ആക്കാം. എന്തായാലും നമ്മൾ എന്താക്കില്ലേ, എന്നാ നമുക്ക് വെണ്ണൂറ് ചുട്ട് നോക്കാം. കോട്ടെ നമ്മ പറഞ്ഞ രീതി ശരിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെണ്ണൂറ് നമ്മള് തിന്ന കലക്കി കുടിച്ചൊന്നും വേണ്ട. ഞാൻ ആകട്ടെ. ബാക്കി കൂടി ആക്കിയിട്ട് നമുക്ക് ബാക്കിയാക്കാം. ഓക്കെ. ഇനി കഞ്ഞി കൂടി ആവാനല്ലോ, ബാക്കിയൊക്കെ നമ്മൾ ആക്കിക്കൊണ്ട് കഞ്ഞി വേഗം വേഗം കഞ്ഞിയെ അങ്ങനെ നമ്മളെ കഞ്ഞി വെന്ത് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്ത് പപ്പടം ചുടലാണ്. കഞ്ഞി വാങ്ങട്ടെ. ഇവിടെ ചുട്ടച്ച 2 എണ്ണത്തിന് കഴിഞ്ഞു ഏകദേശം. ഇനി അയക്കാൻ കനലിക്കാൻ ഇട്ടാൽ മതിയല്ലോ. ഇനി ഉമ്മമാക്ക് അറിയില്ല ഗൈസ്, ഉമ്മ പറഞ്ഞ വഴിക്ക് കനലിലിട്ടിട്ട് ഞാനേ കഞ്ഞി ചൂടാറാൻ വെച്ചാലോ? ഞാൻ ഇട്ടോക്കിയല്ലോ. കിടക്ക് കഞ്ഞി ചൂടാറാൻ. ഇവിടെ ഇട്. ആ ഇട് ഇട്. ഇങ്ങനെ തിരിച്ചിതാക്കുക. അടുക്ക് ഉമ്മ കാട്ടട്ടെ. ഉമ്മ പണ്ട് ആ കയ്യിൽ മറ്റൊന്നും ഇല്ലാഞ്ഞല്ലോ. പണ്ട് ഈ കോലിമൂലിയൊക്കെ ഉണ്ടായില്ലേ അമ്മ? പ്രോയാണ് കഴിയുമ്പോ പറയാം. ഞാൻ എടുത്തിട്ട് കേട്ടോ. ഉമ്മമ്മനെ കയ്യിട്ട് എടുക്കോടാ. അമ്മമ്മക്ക് അറിയില്ലേ? അതല്ല ഇതിങ്ങനെ ഒരു രീതിയാണ്, പണ്ടത്തെ ശൈലിയിൽ വേണം എടുത്ത് കഴിഞ്ഞാൽ. ഇതിലൊരു പണിയെടുക്കാൻ പഠിച്ചട്ടെ പപ്പടം ചൂടാനായാലും അങ്ങനെ ഒരു ഉപകാരം വെണ്ണൂറിലിട്ടിട്ടാണ് ഗൈസ് പപ്പടം ചുട്ടെടുക്കല്. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് പനിയൊക്കെ പിടിച്ചെടുക്കുമ്പോ ഉണ്ടാക്കി തരില്ലയോ? അന്നൊന്നും പൊരിച്ചൂല. വെളിച്ചെണ്ണ കളിയിലാകാൻ പാടില്ല. പഞ്ചാല് എന്നിട്ട് ചൂടുക. പനിച്ചുമ്പോ ഉണ്ടാക്കി തരുന്ന ഓർമ്മ. പപ്പടം ഇങ്ങനെ കനലിലിട്ടിട്ടാണ് ഗൈസ് നമ്മള് പപ്പടം ചുട്ടെടുക്കല്. അപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടോ. ട്രൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴേലും ഓരോരോ വെറൈറ്റികൾ ട്രൈ ചെയ്ത് ഇങ്ങനെയൊക്കെ ഓരോന്ന് പഠിച്ചാൽ ചിക്കനൊന്നും തിന്നാതെ അല്ലേ ഇപ്പൊ ഞമ്മക്ക് കഴിച്ച് എന്നും ചിക്കൻ കൂട്ടണമായിക്കാണ് ഉമ്മാന്റെ വർത്താനം. നീ കഞ്ഞി വാങ്ങി വെച്ചാൽ മതി. ഞാൻ അതിന്റെ ഒപ്പം ആണെങ്കിലേ ഉമ്മ അച്ചാറൊക്കെ എടുത്തോളാം. അച്ചാറില്ലേ? അച്ചാറും കൂടി അച്ചാറുണ്ട് ഗൈസ്. നടക്കി നമുക്ക് ചൂടാക്കട്ടെ. ചൂടാക്കി ഞങ്ങളോട് പറഞ്ഞത് ഇപ്പൊ തളച്ച കഞ്ഞി റേഷനറി അല്ലത്, റേഷനറി കഞ്ഞി ഗൈസ്. ഇവിടെ കഞ്ഞിയൊക്കെ സെറ്റാക്കിയാണൊക്കെ വെച്ചിക്കണ്. ചൂടാറ്റിയോ? ചൂടാറ്റില്ലേ? ചൂടാറ്റി ഇതാക്കണേ. പപ്പടം ഉണ്ട്, മീൻ കഞ്ഞി, മീൻ കഞ്ഞി. വേറെന്താ? അതെന്താ? കറുത്ത കറുവത്തെ കൂട്ടാനുണ്ടാക്കി അതിന്റെ അടിയിൽ കൂടെ.
അത് ആ ഉച്ചക്കത്തെ. ഉച്ചക്കത്തെയാണത്. ആ അച്ചാറും എടുക്കട്ടെ. അച്ചാറും ഉണ്ട്. ഇതൊക്കെ അച്ചാറും ഉണക്കമീൻ എന്താ അവസ്ഥ ആവോ? നമുക്ക് തിന്നോക്കാം. നടക്കി നടന്നോളി, ഓരോന്നെടുത്തോളി. മമ്മ നടന്നോളി, നീട്ടി നടന്നോളി. ആ കാന്താരി ചമ്മന്തി ഉണ്ടല്ലേ? കാന്താരി മമ്മാന്റെ മെയിൻ സാധനമാണിത്. മമ്മാന്റെ ഫേവറേറ്റ് സാധനമല്ലേ കാന്താരി? എങ്ങനെ? ആ എടാ ബൾബ് വരണ്ട, പിന്നെ കത്തൂല. ഇന്നലെ ഞാൻ കൊറേ പെട്ട് നമ്മളെ ബൾബ് എടുത്താണ്ട് അങ്ങോട്ട് വെക്കട്ടെ. വലിയ ബൾബ് അങ്ങോട്ട് വെക്കട്ടെ. ഇരുന്നോളി ഓരോരുത്തർ ഇരിക്കൽ തുടങ്ങിക്കോളി. ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. പിന്നെ തിന്നോക്കണം. മമ്മ എടുക്കാം. ഇതതിന് തിന്നോക്കി നമ്മള് രസം പറയാൻ മാത്രമൊന്നും ഇല്ല. ഇതന്നെയല്ലേ സാധനം തന്നെയാണ്. ഉണക്കമീൻ എന്താ അവസ്ഥ? കരിഞ്ഞത് ചെറിയൊരു കരിവ് പോലെ മീന്. ആ അപ്പൊ കുഴപ്പമില്ല. ഇരുന്നോളി മമ്മ ഇരുന്നോളി, ഞാൻ ഇരുന്നോളി. മമ്മ ഇമ്മ ഇരുന്നോളി. എന്താ കുഴപ്പം? എന്താ കസാലം ഇരിക്കാൻ പാടില്ലാന്നുണ്ടോ? പിന്നെന്താ? പിന്നെ അമ്മമാക്ക് വേണ്ടേ? അതാ. ഓ അങ്ങനെ. കറുത്ത ഇത് നമ്മള് ഉച്ചക്ക് ഉണ്ടാക്കിയ സാധനം ഉണ്ട് ഗൈസ്. കറുത്ത കൂട്ടാൻ അല്ലേ? ഉച്ചക്ക് ഉണ്ടാക്കിയത്. എന്താ അവസ്ഥ? പപ്പട ഇതാക്കിട്ട് എന്താ അവസ്ഥ? ഉമ്മ പറഞ്ഞ നേരെ കേട്ടോ. ഇതിൽ കുറച്ച് വെണ്ണൂറൊക്കെ വേണം. ഇതുണ്ടോളിയെ വെണ്ണൂറൊക്കെ വേണം. രസമുണ്ടോ? പാറിനാക്കണം ഒന്നായിട്ട്. ഉമ്മരിക്കില്ലേ? മറ്റേ ആളാക്കണ പുറത്ത് നിന്നാണ് കരയണാക്കണ പൂച്ച. അതിന് തിന്നാൻ കൊടുത്തില്ല? ചോറ് എടുത്തില്ലേ? ഉപ്പിട്ടോ? ഉപ്പിടുക്കണോ? ഓക്കെ. അപ്പൊ ഗൈസ് എന്നാ അതിന്റെ പേരടാ. ഇതാണ് നമ്മളെ ഇന്നത്തെ നൈറ്റത്തെ ഫുഡ്. ഇതൊക്കെ തിന്നണം അല്ലേ? എല്ലാം തിന്ന് പഠിക്കണം. കൊറേ കാലം കൊണ്ടാണ് കഞ്ഞി രാത്രി ഇതാക്കണം അല്ലേ? നമ്മ അതിന്റെ പേരല്ലേ? എല്ലാരും വീഡിയോ കാണുക, നമ്മള് രാത്രി ആദ്യമായിട്ടാണ് കഞ്ഞി കുടിച്ചില്ലല്ലോ. കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും കുടിച്ചാൽ രാവിലെയാണ് കഞ്ഞി. രാവിലെ മെയിൻ ആയിട്ട് കഞ്ഞി കുടിച്ചു. മണിക്ക് നമ്മള് ഞങ്ങള് അപ്പത്തിനൊക്കെ പകരം കഴിച്ച് രാവിലെ കഞ്ഞിയാണ് കുടിക്കല്. അതെന്താന്ന് വെച്ചാൽ ഇമ്മാക്ക് എളുപ്പം പണിക്ക് വേണ്ടിയിട്ട് കഞ്ഞി ഉണ്ടാക്കി വെക്കും. അതിനെ പണിയുണ്ട്. ഇന്നലെ ചുട്ടത് പുട്ട് ഇന്ന് രാവിലെ വരെ ഉണ്ടായിട്ട് ഞാൻ കോഴിക്ക് കൊടുത്തേക്കാണ്. ഞാൻ പറഞ്ഞ പച്ചപ്പുട്ട് ഉണ്ടാക്കി തരും. അതിനിപ്പോ കറിയില്ല. പിന്നെ എന്തിനാ? കറിയില്ല. എന്ത് കറിയില്ല? പുട്ടുണ്ടാക്കില്ല. എങ്ങനെ അറിഞ്ഞാ? ഞാൻ പറഞ്ഞ ഉച്ചക്ക്. പിന്നെ വേറെ കാര്യം, അതേപോലെ തന്നെ അപ്പം ഉണ്ടാക്കി വെക്കും, ചപ്പാത്തി ഉണ്ടാക്കി വെക്കും. കറിയില്ല. എല്ലാ സാധനവും ഉണ്ടാക്കും, കറിയില്ല. നമ്മള് പിന്നെ വെള്ളം ഒഴിച്ച് കുടിച്ചേ. മീൻകറി ഉണ്ടെങ്കിൽ മീൻകറി ഉണ്ടാക്കി തരും. മീൻ ഇല്ലല്ലോ, ഉണ്ടാക്കില്ലല്ലോ. ഇല്ല, നമ്മള് അതാ പറഞ്ഞത്. നമുക്കത് എന്താ പറയാ, ആ സാധനം വെറും കറി ഇല്ലാത്തോണ്ട് നമ്മളത് തിന്നാത്തത്. അപ്പൊ അതുകൊണ്ട് ഗൈസ് ഇത് ഉണ്ടാക്കി വെക്കും, കഞ്ഞി ഉണ്ടാക്കും. എന്നാ അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ അറിയുന്ന ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചാനൽ വൈൻഡപ്പ് ചെയ്യാണ്. എങ്ങനെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിലെ. ഓക്കെ തന്നെ. ഇവിടെ കാന്താരിയുടെ കാന്താരി ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഗൈസ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചാനൽ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണാത്ത എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അവിടെ അസ്സലാമു അലൈക്കും.